തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ബിജെപിയെ തൃശൂരിൽ നയിച്ചത് പത്മജ വേണുഗോപാലാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂരിൽ മിന്നും വിജയം കരസ്ഥമാക്കിയ ബിജെപി തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വലിയ വിജയം പ്രതീക്ഷിച്ചിരുന്നു. എന്നാൽ ഒന്നും സംഭവിച്ചില്ല. കോർപ്പറേഷനിൽ കോൺഗ്രസ് മിന്നും വിജയമാണ് നേടിയത്. ബിജെപി തൃശൂർ ജില്ലയിൽ തകർന്നടിയുകയും ചെയ്തു. 56 തൃശൂർ കോർപ്പറേഷനിൽ 33 ജയിച്ച് UDF ഭരണം പിടിച്ചതോടെ പത്മജ പോകുന്നെങ്കിൽ പോകട്ടെ എന്ന നിലപാടിലാണ് ബിജെപി നേതൃത്വം നിൽക്കുന്നത്. വലിയ മുന്നേറ്റം പ്രതീക്ഷിച്ച ബിജെപിക്ക് വെറും 8 സീറ്റാണ് ലഭിച്ചത്. കോർപ്പറേഷനിൽ സ്വാധീനം ഉറപ്പിക്കാൻ വേണ്ടി പത്മജ പരമാവധി ശ്രമിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ കോൺഗ്രസിൽ നിന്നും തന്റെ കൂടെ വന്ന അനുയായികൾക്ക് ആർക്കും തന്നെ സീറ്റ് നൽകാതിരുന്നതോടെ പ്രചാരണത്തിൽ നിന്ന് വിട്ടുനിൽക്കുകയാണ് പത്മജ ചെയ്തത്. ബിജെപിയിൽ നിന്നും വലിയ അവഗണന നേരിടുന്നു എന്ന വിലയിരുത്തൽ പത്മജയ്ക്കുണ്ട്. കോൺഗ്രസിൽ നിന്നപ്പോൾ 3 തവണയാണ് ജനവിധി തേടാൻ അവസരം ലഭിച്ചത്. അതുകൊണ്ട് തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂർ സീറ്റ് പത്മജ ആവശ്യപ്പെട്ടുവെങ്കിലും നിലവിലെ അവസ്ഥ വെച്ച് ലഭിക്കാനും പാടാണ്. സുരേഷ് ഗോപി ജയിച്ചതോടെ സംസ്ഥാനത്തെ തലമുതിർന്ന ബിജെപി നേതാക്കൾ തൃശൂർ നോട്ടമിട്ട് കഴിഞ്ഞു. കോർപ്പറേഷൻ പിടിക്കാൻ സാധിച്ചിരുന്നുവെങ്കിൽ ഒരുപക്ഷേ തൃശൂർ പത്മജയ്ക്ക് നൽകുമായിരുന്നു. എന്നാൽ വമ്പൻ തോൽവിയിലേക്ക് വീഴുകയാണ് പത്മജ ചെയ്തത്. ഇതോടെ ഇനി ബിജെപിയിൽ വലിയ റോൾ ഇല്ല എന്ന് മനസ്സിലാക്കുന്ന പത്മജ ക്യാമ്പ് കോൺഗ്രസിലേക്ക് മടങ്ങുവാൻ ആലോചിക്കുന്നുണ്ട്. പത്മജയ്ക്കൊപ്പം കോൺഗ്രസ് വിട്ട് ബിജെപിയിൽ ചേർന്ന നേതാക്കൾക്കൊന്നും കാര്യമായ പരിഗണന പാർട്ടിയിൽ ലഭിക്കുന്നില്ല എന്നതാണ് വാസ്തവം. ഒറ്റയാനെ പോലെ MP ആയി കറങ്ങി നടക്കുന്ന സുരേഷ് ഗോപി പോലും പത്മജയെയും സംഘത്തെയും കാര്യമായി പരിഗണിക്കുന്നില്ല എന്നതും വാസ്തവമാണ്. ഇതോടെയാണ് പത്മജയുടെ ഉറ്റവർ കോൺഗ്രസിലേക്ക് മടങ്ങാൻ തയ്യാറെടുക്കുന്നത്. പ്രധാനമായും ആ കൂടുമാറ്റത്തിന് ചില കാരണങ്ങളുണ്ട്. ഒന്ന് BJPയിലെ അവഗണനയാണെങ്കിൽ മറ്റൊന്ന് 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF മിന്നും വിജയം നേടും എന്ന പ്രവചനങ്ങളാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച് കോൺഗ്രസ് സംസ്ഥാനത്ത് തിരിച്ചു വരുന്നതിന്റെ ലക്ഷണങ്ങൾ കാട്ടിത്തുടങ്ങിയിരുന്നു. BJPയിൽ നിന്നാൽ UDF അധികാരത്തിൽ വരുമ്പോൾ വെറും നോക്കുകുത്തികളായി മാറേണ്ടി വരുമെന്ന ചിന്ത പത്മജ ക്യാമ്പിനെ വലയ്ക്കുന്നുണ്ട്. ഇപ്പോഴേ തിരികെ എത്തിയാൽ അല്പമെങ്കിലും വില ലഭിക്കുമെന്ന ചിന്തയിലാണ് നേതാക്കന്മാർ BJPയോട് വിട പറയുന്നത്. ഇതിനു പിന്നാലെ വൈകാതെ പത്മജയും കോൺഗ്രസിലേക്ക് മടങ്ങിയെത്തും എന്ന രീതിയിൽ ചില റിപ്പോർട്ടുകൾ മാധ്യമങ്ങൾ കാണിക്കുന്നുണ്ടെങ്കിലും സ്ഥിരീകരിച്ചിട്ടില്ല. തൃശൂരിൽ കോൺഗ്രസിനെ പൂർണ്ണമായും ഇല്ലാതാക്കുമെന്നാണ് നേരത്തെ പത്മജ പറഞ്ഞത്. എന്നാൽ തെരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ തൃശൂരിൽ കോൺഗ്രസ് കുതിച്ചുകയറി. നേരത്തെ മുഴുവൻ പ്രവർത്തകരെയും ഊറ്റിയെടുത്ത് പാർട്ടിയിലെത്തിക്കുമെന്ന് വെല്ലുവിളിച്ച അതേ പത്മജയുടെ അണികളാണ് ഇന്ന് കോൺഗ്രസിലേക്ക് മടങ്ങുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂരിൽ മത്സരിക്കാൻ സാധിച്ചില്ലെങ്കിലും മികച്ച പോരാട്ടം കാഴ്ചവെക്കാൻ കഴിഞ്ഞാൽ അത് നേട്ടമാക്കി ഉയർത്തിക്കാട്ടി കേന്ദ്ര സർക്കാരിൽ വലിയ പദവിയും ഈ നേതാവ് ലക്ഷ്യം വെക്കുന്നുണ്ട്. അതേസമയം വർഷം 2 കഴിഞ്ഞിട്ടും പാർട്ടിക്കുള്ളിൽ കാര്യമായ പരിഗണന കിട്ടാത്തതിൽ വലിയ ദുഃഖിതയാണ് പത്മജ. നേരത്തെ ഡൽഹിയിൽ പത്മജയെ ലഫ്റ്റനന്റ് ഗവർണർ ആക്കാനുള്ള നീക്കം കേന്ദ്രത്തിലെ BJP നടത്തിയിരുന്നു. കേരളത്തിലെ നേതാക്കന്മാരാണ് അന്ന് ആ നീക്കത്തിന് തുരങ്കം വെച്ചത്. വലിയ വാർത്ത പ്രതീക്ഷിച്ചിരുന്ന പത്മജ ക്യാമ്പ് അന്ന് നിരാശയിലേക്ക് വഴിമാറി. പിന്നീടാണ് തൃശൂർ നിയമസഭാ മണ്ഡലം കേന്ദ്രീകരിച്ചുള്ള പ്രവർത്തനങ്ങൾ പത്മജ നടത്തുന്നത്. അർഹിച്ച പദവിയിൽ എത്താൻ സാധിച്ചില്ലെങ്കിൽ BJPയുമായി കലഹിക്കാൻ പോലും മടിക്കാത്ത നേതാവാണ് പത്മജ. തൃശൂരിലെ BJPക്കാർ അടുപ്പിക്കാത്തതാണ് പത്മജയ്ക്ക് തിരിച്ചടിയാകുന്ന ഘടകം. വനിതകൾക്കിടയിൽ സ്വീകാര്യത ഉണ്ടെങ്കിലും തൃശൂരിലെ തലപ്പൊക്കമുള്ള നേതാക്കളിൽ നിന്ന് അവഗണനയാണ് ലഭിക്കുന്നത്. KPCC നേതൃത്വത്തോടും തൃശൂർ DCCയോടും 2021 മുതൽ നിലനിന്നു പോന്ന അഭിപ്രായ വ്യത്യാസങ്ങളെ തുടർന്ന് പത്മജ വേണുഗോപാൽ 2024 മാർച്ച് 7 കോൺഗ്രസ് വിട്ട് BJPയിൽ ചേരുകയായിരുന്നു.